മക്കളെ ഇന്നൊരു തക്കാളി ഫ്രൈ തയ്യാറാക്കിയിരിക്കുകയാണ്. ചോറ് കഴിക്കാനും ചപ്പാത്തി കഴിക്കാനും ഒക്കെ നല്ലതാണ്. ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതിനായിട്ട് ഒരു 5 പഴുത്ത തക്കാളി, ഒരു 3 സവാള മീഡിയം പരുവത്തിലുള്ളത്, 4 പച്ചമുളക്. അപ്പോൾ ഇതെല്ലാം ബാക്കി എന്തൊക്കെയാണെന്ന് നമുക്ക് ഇത് തയ്യാറാക്കുമ്പോൾ കാണാം. ഈ രീതിയിൽ നമ്മൾ തക്കാളി എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ സവാളയും ഇതേ വലിപ്പത്തിൽ നമ്മൾ കട്ട് ചെയ്ത് വിതർത്ത് വട്ടം എന്നാണ് ഇതേ രീതിയിൽ ഈ കനത്തിൽ എടുത്തിട്ടുണ്ട്. പിന്നെ പാൻ അടുപ്പിൽ വെച്ച് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിച്ച് 1/2 ടീസ്പൂൺ പെരിഞ്ജീരകവും ചേർത്ത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, ഒരു കഷ്ണം വലിയ ഇഞ്ചി സ്ലൈസ് ചെയ്തതും ചേർത്ത്, ഒരു 5-8 വെളുത്തുള്ളി ചെറിയ പീസസായിട്ട് അരിഞ്ഞതും ഇട്ട്, കറിവേപ്പില ഇട്ട്, എന്നിട്ട് നമ്മൾ സവാള ഇട്ട് വട്ടം അരിഞ്ഞ സവാള ഇട്ട് മൂത്തതിന് ശേഷം നമ്മളിതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുത്ത് ഒന്നുകൂടെ ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മളിതിലേക്ക് മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, 1/2 ടീസ്പൂൺ പിന്നെ മസാലപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇതെല്ലാം കൂടെ നമ്മുടെ എണ്ണയ്ക്കകത്ത് നന്നായിട്ട് മൂപ്പിച്ച് സവാളയ്ക്കകത്തെല്ലാം പച്ചമുളകിനകത്തെല്ലാം പിടിച്ചതിന് ശേഷം നമ്മൾ ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കത്തുള്ളൂ. അപ്പോൾ നമ്മൾ വട്ടത്തിൽ അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളിയെല്ലാം നമ്മളങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. ഇട്ട് കൊടുത്തതിന് ശേഷം കൂട്ടി പുരട്ടി നമ്മുടെ സവാളയ്ക്കകത്തുള്ള മസാലയെല്ലാം നമ്മുടെ തക്കാളിക്കകത്ത് പിടിക്കത്തക്ക രീതിയിൽ കൂട്ടിപ്പരട്ടി എടുക്കുന്നുണ്ട്. കൂട്ടിപ്പരട്ടി എടുത്തതിന് ശേഷം നമ്മൾ ഇതിനകത്തേക്ക് നമ്മളൊരു 1/2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കും. കാരണം ഈ പഞ്ചസാര ഇതിനകത്ത് ചേർന്ന് കഴിയുമ്പോൾ ആ മധുരവും എരിവും എല്ലാം കൂടെ ബാലൻസ് ചെയ്ത് കഴിയുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ, ആ മധുരവും. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടിപ്പരട്ടി നമ്മൾ ഒരിക്കലും ഇതിനകത്ത് വെള്ളം ഒഴിക്കാൻ പാടില്ല കേട്ടോ. വെള്ളം ഒഴിച്ചാൽ ഇത് റോസ്റ്റായി മാറും, ഫ്രൈ ആവത്തില്ല, അതിൻ്റെ ടേസ്റ്റും കാണത്തില്ല കേട്ടോ. അപ്പോൾ നമുക്കിനി ഇത് അടച്ചു വെച്ച് അപ്പോഴത്തേന് ഇതിൻ്റെ എണ്ണയും ഈ തക്കാളിയുടെ വെള്ളവും ആവി വെള്ളവും എല്ലാം ചേർന്നങ്ങ് വേവും. പിന്നെ ഉപ്പ് നോക്കി ആവശ്യത്തിന് നമ്മൾ ഉപ്പ് വീണ്ടും ചേർത്ത് കൊടുത്തു. അങ്ങനെ കൂട്ടി പുരട്ടി ഇളക്കി നമ്മൾ പലതവണ അടച്ചു വെച്ചും തുറന്നു വെച്ചും ഇളക്കി എടുത്ത് നമ്മൾ എന്നിട്ട് ഉപ്പ് നോക്കുകയാണ്. ഉപ്പ് നോക്കിയതിന് ശേഷം നമ്മൾ ഉപ്പ് വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. വീണ്ടും നമ്മൾ തുറന്ന് വെച്ച് കുറച്ച് നേരം നമ്മൾ ഫ്രൈ ആക്കി ഇതാണ്ട് എടുത്തിട്ടുണ്ട് മക്കളെ. നമ്മുടെ തക്കാളി ഫ്രൈ ഈ ചപ്പാത്തിയുടെയും ചോറിൻ്റെയും കൂടെ കഴിക്കാൻ വളരെ ടേസ്റ്റാണ് കേട്ടോ. ഇത് മാത്രം മതി, വളരെ രുചിയാണ്. ചെയ്ത് നോക്കണം കേട്ടോ, എങ്കിൽ നമുക്ക് ഇതിൻ്റെ രുചി മനസ്സിലാവുകയുള്ളൂ. കുറച്ച് കറിവേപ്പിലും കൂട്ടി നമ്മൾ കോരുകയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലിലുണ്ട് കേട്ടോ മക്കളെ ഇതിൻ്റെ ഫുൾ വീഡിയോ. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും കണ്ടു നോക്കുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം എല്ലാവരും ഇതേ രീതിയിൽ ചെയ്ത് നോക്കുക. അടുത്ത ഒരു നല്ല വീഡിയോ ആയിട്ട് വരാം മക്കളെ. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.